മക്കളെ, നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്, സാധ്യതകളുടെ ഗണിതം. അപ്പോൾ ഒരൊറ്റ വീഡിയോയിൽ നമുക്ക് കംപ്ലീറ്റ് അങ്ങോട്ട് പഠിച്ചു പോകാൻ പറ്റുന്ന രീതിയിൽ അങ്ങനത്തെ ഒരു കുഞ്ഞി ചാപ്റ്റർ ആണ് അത്. 6 മാർക്കിന് ചോദ്യം വരും, ചാപ്റ്റർ കുഞ്ഞിയാണെങ്കിലും. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ഉണ്ടാവുക 2 മാർക്കിന്റെ ഒരു ചെറിയ ക്വസ്റ്റ്യൻ ഉണ്ടാവും, 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇങ്ങനെ എല്ലാം കൂടെ 6 മാർക്കായിരിക്കും ഉണ്ടാവുക. അത് തന്നെ ആദ്യത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾക്ക് ഇപ്പോൾ മോഡൽ എക്സാമിന് വന്നത് 2 മാർക്കിന്റെ എങ്ങനെയാ വന്നത്? ജോമെട്രിക്കൽ പ്രോബബിലിറ്റി ആയിരുന്നു, ജാമിതീയ സാധ്യത അല്ലേ? കണ്ണടച്ചൊരു ഡോട്ട് ഇട്ടാൽ അത് ഇന്ന സ്ഥലത്ത് വരാനുള്ള ചാൻസ് അങ്ങനെയായിരുന്നു ചോദിച്ചത്. അപ്പോൾ അതന്നെ വേണമെന്നില്ല, ആ ഭാഗത്ത് നിന്ന് 2 മാർക്കിന്റെ ചോദ്യങ്ങൾ ഇഷ്ടം പോലെ നമുക്ക് വേറെയും ചോദിക്കാൻ പറ്റും. നിങ്ങൾ ആ ചാപ്റ്ററിൽ ഓൾറെഡി പഠിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വേഗം നോക്കാം. അങ്ങനത്തെ 2 മാർക്കിന്റെ ടൈപ്പ് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനും അത് കഴിഞ്ഞ് വലിയ 4 മാർക്കിന്റെ ടൈപ്പ് ഒരു ക്വസ്റ്റ്യനും. അപ്പോൾ നമ്മൾ ഡീൽ ചെയ്യാൻ പോവാണ്. നമ്മളെ നോക്കിക്കോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈച്ച് ലെറ്റർ ഓഫ് ദ വേർഡ് അസസ്മെന്റ് ഈസ് റിട്ടൺ on paper slips and put in a box. അറിയുന്ന ക്വസ്റ്റ്യൻ അല്ലേ? ഈ ലെറ്റർ കൂടെ ഈ വേർഡിലുള്ള ഓരോ ലെറ്റർ എ എന്നുള്ളത് ഒരു ലെറ്റർ എ എഴുതി ഒരു കടലാസിൽ എഴുതി മടക്കി പെട്ടിയിലിട്ട്, അടുത്ത ലെറ്റർ എസ് എഴുതുക, മടക്കുക, പെട്ടിയിലിടുക, വീണ്ടും അടുത്ത എസ് മടക്കുക, പെട്ടിയിലിടുക. ഇങ്ങനെ ഒരു പെട്ടിയിലിട്ട് വെച്ചിട്ടുണ്ട് ഈ പറഞ്ഞ ഈ വേർഡിലുള്ള എല്ലാ ലെറ്റേഴ്സും. ഇനി നമ്മൾ കണ്ണടച്ച് അതിൽ നിന്ന് ഒരു ലെറ്റർ എടുക്കുകയാണെങ്കിൽ അത് ഇന്നത് വരാനുള്ള ചാൻസ് എത്രയെന്നുള്ള രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ. അതാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നോക്കാം നമുക്ക് എല്ലാം കൂടെ. ഈ ചാപ്റ്ററിന്റെ ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ലടാ. ഈ ചാപ്റ്റർ എങ്ങനെ ആൻസർ ചെയ്യുക? പ്രോബബിലിറ്റി ആൻസർ എങ്ങനെയാ? ഫ്രാക്ഷൻ ആക്കിയിട്ടാണ് നമ്മൾ ആൻസർ ചെയ്യുക അല്ലേ? ഭിന്നസംഖ്യ ആക്കിയിട്ട് ആൻസർ ചെയ്യും. അപ്പോൾ ഒരു ന്യൂമറേറ്റർ ഉണ്ടാവും, ഒരു ഡിനോമിനേറ്റർ ഉണ്ടാവും. അതിന്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലൊക്കെ നമ്മൾ എന്താണ് ആൻസർ കൊടുക്കേണ്ടത്? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലൊക്കെ ഡിനോമിനേറ്ററിൽ ടോട്ടൽ ആണ് കൊടുക്കുക, ടോട്ടൽ ആകെ. ന്യൂമറേറ്ററിൽ എന്താണോ ചോദിക്കുന്നത് അതിന്റെ എണ്ണം. ഓക്കെ ആണേ? അപ്പൊ ഡിനോമിനേറ്ററിലേക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ എത്ര ലെറ്റർ ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 ആളുകളുണ്ട്, 10 എണ്ണം. അപ്പൊ ഡിനോമിനേറ്ററിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി, 10 ആണ് ഡിനോമിനേറ്റർ. ഇനി ഇവിടുത്തെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും, ഈ പറയുന്ന ടൈപ്പിൽ ഏത് വന്നാലും ഡിനോമിനേറ്റർ എന്തായാലും 10 ആണ്. കാരണം 10 ലെറ്റർ ഉണ്ട്. എസ് ഒക്കെ കുറെ തവണ ഉണ്ടെങ്കിൽ കുറെ തവണ എടുക്കണം കേട്ടോ. റിപ്പീറ്റ് അടിച്ച് വന്നാലും നമ്മൾ അത് എണ്ണി എടുക്കണം. 10 എണ്ണം ആകെ ഉണ്ട്, അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് നിങ്ങൾ നോക്കേണ്ടത്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ ലെറ്റർ എസ്? എസ് എന്ന് പറയുന്ന ലെറ്റർ വരാനുള്ള ചാൻസ് എത്രയെന്നാണ് ചോദിക്കുന്നത്. ലെറ്റർ എസ്. എടാ എത്ര എസ് ഉണ്ട്? തപ്പിയോ, എത്ര ഉണ്ട്? 1 2 3 4 4 എണ്ണം. എസ് 4 എണ്ണണ്ടേ. അപ്പൊ നമ്മുടെ ആൻസർ 4/10 ആയിരിക്കും, 4/10. ഇതൊന്ന് ചെറുതാക്കിയാൽ നേരെ പകുതിയാക്കിയാൽ 2/5 എന്ന് എഴുതാൻ പറ്റൂ കേട്ടോ. അപ്പൊ എ ക്വസ്റ്റ്യൻ നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നു. 4/10 പരിപാടി മനസ്സിലായിട്ടല്ലോ. ടോട്ടൽ ഡിനോമിനേറ്ററിൽ ന്യൂമറേറ്ററിൽ എന്താണോ ചോദിക്കുന്നത് അതിന്റെ എണ്ണം. ഈ ഒരു പാറ്റേണിൽ അങ്ങ് പോയാൽ മതി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് നോട്ട് ഗെറ്റിംഗ് ദ ലെറ്റർ എസ്? എസ് അല്ലാത്ത ലെറ്റർ വന്നാൽ മതി. അപ്പൊ 4 എണ്ണല്ലേ എസ് ഉള്ളത്. അപ്പൊ എസ് അല്ലാത്തതാ? 6 എണ്ണത്തിൽ എസ് അല്ലല്ലോ, 4 എണ്ണത്തിലല്ലേ എസ് ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? 6/10 ആയിരിക്കും എസ് അല്ലാത്തത്. അപ്പൊ 6/10 നമ്മൾ ചെറുതാക്കിയാൽ 3/5 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇത് എക്സാമിന് ഇതിന് മുൻപ് ചോദിച്ചതാട്ടോ. മുൻപ് ചോദിച്ചപ്പോൾ മലയാളം എന്നുള്ള വേർഡ് ഇല്ലേ, മലയാളം എന്ന് അവർ ഇംഗ്ലീഷിൽ എഴുതി വെച്ചു. മലയാളം എന്ന് ഇംഗ്ലീഷിൽ എഴുതി വെക്കും. എന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഇതേപോലെ അതിൽ നിന്നൊരു ലെറ്റർ എടുത്താൽ അതൊരു വവൽ ലെറ്റർ ആവാനുള്ള ചാൻസ് എത്രയാ? അങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ. അതെന്താ പറയാ? വവൽ ലെറ്റർ ഇടാ, വവൽ ലെറ്റേഴ്സ് AEIOU ഇല്ലേ, സ്വരാക്ഷരങ്ങൾ എന്ന് പറയും നമ്മൾ മലയാളത്തിൽ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിൽ തന്നെ നോക്കാം. ഇതിലത്തെ വവൽ ലെറ്റേഴ്സ് ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ഇല്ല, ചുമ്മാ ഒന്ന് നോക്കുകയാണെ. വവൽസ് ആണ് ചോദിച്ചതെങ്കിൽ A ഓക്കെയാണ്, ഇ വരും, പിന്നെ ഏതാ വരിക? വീണ്ടും ഒരു ഇയും കൂടെ, എല്ലാം കൂടെ 3 എണ്ണം ഉണ്ട്. 3/10 ആയിരിക്കും ആൻസർ വരിക. അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. ഏതെങ്കിലും ഒരു വേർഡ് തരും, എന്നിട്ട് കണ്ണടച്ചെടുത്താൽ ഇന്നത് വരാനുള്ള ചാൻസ് എത്രയെന്നുള്ള രീതിയിൽ എന്താ ചെയ്യാം? ഡിനോമിനേറ്റർ ടോട്ടൽ ന്യൂമറേറ്ററിൽ ചോദിക്കുന്നത്. ഓക്കെ, എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ 2 മാർക്കിന് ചോദിക്കാൻ പറ്റിയ ഒരു അടിച്ചുപൊളി ക്വസ്റ്റ്യൻ, എല്ലാവർക്കും ചെയ്യാൻ അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ. എ ബോക്സ് കണ്ടെയ്ൻസ്, ഒരു പെട്ടിയിൽ എന്തൊക്കെയുള്ളത്? 6 കറുത്ത മുത്തും 5 വെളുത്ത മുത്തും. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഏറ്റവും സിമ്പിൾ, നിങ്ങൾ 10ാം ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ. എത്ര വൈറ്റ് എത്ര ബ്ലാക്ക് ആടാ? 6 എണ്ണം ബ്ലാക്ക് ആണ്, 6 എണ്ണം ബ്ലാക്ക്, 5 എണ്ണം വൈറ്റ്. അപ്പൊ ഒരു പെട്ടിയിൽ 6 കറുത്ത മുത്തുണ്ട്, 5 വെളുത്ത മുത്തുണ്ട്. ഇനി ഇവിടുന്ന് എന്ത് ചോദിച്ചാലും നമുക്ക് എഴുതാനാവും. ഡിനോമിനേറ്റർ ആദ്യം എഴുതി വെച്ചോ. എല്ലാം കൂടെ 6ഉം 5ഉം കൂടെ 11 എണ്ണം ഉണ്ട്, 11. അപ്പൊ ഡിനോമിനേറ്റർ ഒരു തീരുമാനമായി 11. ന്യൂമറേറ്റർ പോരട്ടെ, നോക്കാം. എന്താ ക്വസ്റ്റ്യൻ? വെളുത്ത മുത്ത് കിട്ടാനുള്ള സാധ്യത എത്ര? കണ്ണടച്ച് 1 എടുത്താൽ അത് വൈറ്റ് ആവാനുള്ള ചാൻസ് എത്രയാ? എത്ര വൈറ്റ് ഉണ്ട്? 5 എണ്ണം. അപ്പൊ ആൻസർ 5/11. ഇനി ബ്ലാക്ക് ആണ് ചോദിച്ചതെങ്കിൽ 6/11. പക്ഷെ അവർ ചെറിയൊരു ടൈപ്പ് കാണിച്ചു വെച്ചിട്ടുണ്ട്, നോക്കണേ. വെളുത്ത മുത്ത് കിട്ടാതിരിക്കാനുള്ള സാധ്യത എത്രയാണ്? നേരാവണ്ണം കറുത്തത് കിട്ടാനുള്ള സാധ്യത എത്രയെന്ന് ചോദിച്ചാൽ മതി. ബ്ലാക്കിന്റെ പ്രോബബിലിറ്റി ചോദിച്ചാൽ മതി. അതിന് പകരം ചോദിച്ചതാണ് എന്താ ചോദിച്ചത്? വൈറ്റ് അല്ലാതെ ഇരിക്കാൻ. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഇറ്റ് നോട്ട് ബീങ് വൈറ്റ്? വൈറ്റ് അല്ലാത്തത് കിട്ടാനുള്ള ചാൻസ് എത്രയാ? വൈറ്റ് അല്ലാത്തതെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് അല്ലേ കിട്ടാൻ പറ്റുള്ളൂ. അപ്പൊ ബ്ലാക്കിന്റെ ചാൻസ് എത്രയെന്നാണ് ബി ക്വസ്റ്റ്യൻ കേട്ടോ. എത്ര ആൻസർ? 6/11.
മക്കളെ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ ടോട്ടൽ പ്രോബബിലിറ്റി 1 ആയിരിക്കും കേട്ടോ. ആകെ സാധ്യത 1 ഉണ്ടാവും. 5/11 6/11 കൂടെ കൂട്ടിയാൽ ആകെ 11/11. ആൻസർ 1 കിട്ടും. അതും കൂടെ ഓർത്ത് വെക്കണം കേട്ടോ. അങ്ങനെ വന്നാലും ചെയ്യണേ. എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ, വൺ ഈസ് ആസ്ക്ഡ് ടു സേ എ 2 ഡിജിറ്റ് നമ്പർ. ഈ ചാപ്റ്ററിൽ നിന്നും ഒരുപാട് തവണ റിപ്പീറ്റ് അടിച്ച് ചോദിച്ചൊരു ചോദ്യമാണ് ഇത്. ഭാഗ്യമുണ്ടെങ്കിൽ വീണ്ടും കിട്ടും 2 മാർക്കിന്. ഒരാളോട് ഒരു 2 അക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടാം. 2 അക്ക സംഖ്യ ഏതാ? ഏറ്റവും ചെറിയ 2 അക്ക സംഖ്യ ഏതാ? ഏറ്റവും ചെറിയ 2 അക്ക സംഖ്യ, ഇരട്ട സംഖ്യ അല്ല, 2 അക്കമുള്ള സംഖ്യ 10 ആണ് ഏറ്റവും ചെറുത്. ഏറ്റവും വലുത് ഏതാ? ഏറ്റവും വലുത് 99. ആകെ എത്ര 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്? പഠിച്ചു വെച്ചേക്ക്. 2 ഡിജിറ്റ് നമ്പേഴ്സ്. 2 ഡിജിറ്റ് നമ്പേഴ്സ് എത്ര? നമ്പർ ഓഫ് 2 ഡിജിറ്റ് നമ്പേഴ്സ്. 2 ഡിജിറ്റ് നമ്പേഴ്സ് എല്ലാം കൂടെ 90 എണ്ണം ഉണ്ടാവും. അപ്പൊ 3 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ 900 എണ്ണം ഉണ്ടാവും കേട്ടോ. 900 ഉണ്ടാവും. ഇത് 90 ഉള്ളൂ. 2 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്, ആകെ 90 ഉണ്ടാവും. ഇനി ഇവിടുന്ന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഡിനോമിനേറ്റർ, പ്രോബബിലിറ്റി ആയി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഡിനോമിനേറ്ററിൽ എന്തായാലും 90 ആയിരിക്കും. ന്യൂമറേറ്റർ നിങ്ങളൊന്ന് നോക്കി ശ്രദ്ധിച്ചു കൊടുത്താൽ ആൻസർ കിട്ടും. 2 അക്കങ്ങളും തുല്യമാകാനുള്ള സാധ്യത എത്ര? ഇയാൾ പറയുന്ന 2 ഡിജിറ്റും സെയിം ആവണം. 2 ഡിജിറ്റ് നമ്പർ 10 മുതൽ 99 വരെ, അതാകെ 90 എണ്ണം. അതിൽ രണ്ടും സെയിം വരുന്നത് ഏതൊക്കെയാടാ? രണ്ടും സെയിം വരുന്നത് ഏതൊക്കെയൊന്ന് ആലോചിച്ച് നോക്ക്. 11 രണ്ടും സെയിം അല്ലേ? 1 1 2 ഡിജിറ്റും സെയിമാ. 22 എടുത്താൽ രണ്ടാളും സെയിമാ. 33 രണ്ടാളും സെയിം. 44 ടെക്നിക്ക് പിടി കിട്ടിയില്ലേ? ബാക്കി ഏതാ? 55 66 77 88 99 ഇത്രയും വരും. എല്ലാം കൂടെ എത്ര എണ്ണം ഉണ്ട്? 9 എണ്ണം ഉണ്ടാവും. 9 എണ്ണം. ആൻസർ 9/90. 9/90. ചെറുതാക്കിയാൽ 9 കൊണ്ട് കട്ട് ചെയ്താൽ 9 10 പ്രാവശ്യം 90 ഉണ്ടാവും. അപ്പൊ എല്ലാം കൂടെ 1/10, 1/10 എന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റും കേട്ടോ. അപ്പൊ അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. കട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ചെറുതാക്കി വെക്കണം കേട്ടോ. നല്ല കാര്യമാണ് ആൻസർ ഒന്ന് ചെറുതാക്കി വെക്കുന്നത്. ഇനി എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സൈഡിൽ പോയി റഫ് ആയിട്ട് കട്ട് ചെയ്യുക, എന്നിട്ട് ഇവിടെ കൊണ്ട് എഴുതി വെക്കുക ആൻസർ. അഥവാ അപ്പം നിങ്ങൾ കട്ട് ചെയ്യുന്ന ആൻസർ തെറ്റിപ്പോയാലും ഇത് കാണുന്ന സമയത്ത് ടീച്ചർക്ക് അറിയാം, കുട്ടിക്ക് അറിയാം കാര്യങ്ങൾ. അതുകൊണ്ട് മാർക്ക് തരൂ കേട്ടോ. കട്ട് ചെയ്ത് തെറ്റിപ്പോകുന്ന പേടി ഉണ്ടെങ്കിലും പേടി ഇല്ലെങ്കിലും എല്ലാ ടീംസും ഇതിന്റെ ഉള്ളിൽ കട്ട് ചെയ്ത് വൃത്തിയേടാക്കരുതേ. നിങ്ങൾ ഈ ചെയ്യുന്നതിന്റെ ഉള്ളിൽ കട്ട് ചെയ്ത് കളിക്കരുത്. സൈഡിൽ ചെയ്തിട്ട് ഇവിടെ കൊണ്ടുപോയി ആൻസർ കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ ആണേ? ഡീൽ. അപ്പൊ 1/10 ഇങ്ങനെ കിട്ടും. ബി ക്വസ്റ്റ്യൻ, ഒരു പൂർണ്ണവർഗം കിട്ടാനുള്ള സാധ്യത എത്ര? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ പെർഫെക്റ്റ് സ്ക്വയർ? പെർഫെക്റ്റ് സ്ക്വയർ, ആദ്യം പെർഫെക്റ്റ് സ്ക്വയർ എന്താന്ന് കിട്ടണ്ടേ, എന്നിട്ടല്ലേ കിട്ടാനുള്ള ചാൻസ്. എന്താണ് പെർഫെക്റ്റ് സ്ക്വയർ? മക്കളെ, 1ന്റെ സ്ക്വയർ എത്രയാ? 1. 2ന്റെ സ്ക്വയർ 4. 3ന്റേത് 9. 4ന്റേത് 16. ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയാ. 1 4 9 16. അടുത്ത ആളാരാ? 25 36 49 അല്ലേ? 7ന്റെ 8ന്റെ എത്രയാ? 64. 9ന്റേത് 81. 10ന്റേത് 100 ആണ്. 100 എടുക്കാൻ നിൽക്കണ്ട. 100ൽ എത്ര ഡിജിറ്റ് ഉണ്ട്? 3 ഡിജിറ്റ് ഉണ്ട്. നമുക്ക് 2 ഡിജിറ്റ് മതി. അപ്പൊ ഇനിയും കുറച്ച് ആൾക്കാരെ ഇവിടുന്ന് എടുത്ത് ഒഴിവാക്കാനില്ലേ? ആരൊക്കെയാ? ഈ 3 ആള് നമുക്ക് വേണ്ട. എന്തുകൊണ്ട് വേണ്ട? അതിലൊക്കെ 1 ഡിജിറ്റേ ഉള്ളൂ. 1 4 9. എല്ലാവർക്കും ഓരോ ഡിജിറ്റ് അല്ലേ ഉള്ളൂ. അപ്പൊ അത് നമുക്ക് വേണ്ട. ഇത്രയും മതി. ഇത്ര ആൾക്കാർ മതി. 2 ഡിജിറ്റ് ഉള്ള പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ 16 മുതൽ 81 വരെയുള്ള എത്ര ആൾക്കാരുണ്ടാ? 6 എണ്ണം ഉണ്ടാവും. 6 എണ്ണം. 1 2 3 4 5 6. അപ്പൊ നമ്മുടെ ആൻസർ 6 ഡിവൈഡഡ് ബൈ ബാക്കി എന്താ? ഡിവൈഡഡ് ബൈ 90. ഡിനോമിനേറ്റർ മാറ്റൂല. ടോട്ടൽ ആണ് ഓൾവേസ് ഡിനോമിനേറ്റർ കേട്ടോ. അപ്പൊ അത് മാറ്റി കളിക്കണ്ട. 6/90 ആ കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. ഇനി ഇത് ചെറുതാക്കിയാൽ എന്താ വരിക? ചെറുതാക്കട്ടെ, നേരെ പകുതിയാക്കട്ടെ. 6ന്റെ പകുതി 3. 90ന്റെ പകുതി 45. ഇത് ഇനിയും ചെറുതാക്കാൻ പറ്റും കേട്ടോ. 3 കൊണ്ട് കട്ട് ചെയ്യാം. 1 3 3. 45ൽ എത്ര 3 ഉണ്ടാ? 4ൽ 1 3. 15ൽ 5 3. 1/15 എന്ന് ആൻസർ കിട്ടും. 15 30 45 3 പ്രാവശ്യം വരിക. 15ലേക്ക് റെഡി. സോറി 45ലേക്ക് 3 പ്രാവശ്യം. അപ്പൊ എല്ലാം കൂടെ 1/15 എന്ന് കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടും കേട്ടോ. ഇങ്ങനെ നമുക്ക് ഇതിനെ ചെയ്തെടുക്കാം. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ 2 മാർക്കിന് ചോദിക്കാൻ പറ്റിയ ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് ഈ സിമ്പിൾ പരിപാടികളൊക്കെ. ടോട്ടൽ പ്രോബബിലിറ്റി മറന്നു പോണ്ട. അത് എപ്പോഴും 1 ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയട്ടെ. അങ്ങനത്തെ ഒരു എക്സാമ്പിൾ, ഇതിൽ കുറച്ച് റെഡ് ബോളും ഉണ്ട്, ഗ്രീൻ ബോളും ഉണ്ട്. കുറച്ചെണ്ണം റെഡ് ആണ്, കുറച്ചെണ്ണം ഗ്രീൻ ആണ്. കുറച്ച് റെഡ് കുറച്ച് ഗ്രീൻ. എത്ര എണ്ണം എന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇതിൽ നിന്ന് റെഡ് കിട്ടാനുള്ള ചാൻസ് 2/7 ആണെന്ന് വിചാരിക്കാം. നിങ്ങൾ കണ്ണടച്ചൊരു പന്തെടുത്താൽ അത് ചുവന്നതാകാനുള്ള സാധ്യത 2/7 ആണെന്ന് വിചാരിക്കാം. റെഡി? അങ്ങനെയാണെങ്കിൽ പച്ച കിട്ടാനുള്ള സാധ്യത എത്രയെന്നൊരു ക്വസ്റ്റ്യൻ. പച്ച കിട്ടാനുള്ള ചാൻസ് എത്രയാ? എത്രയ്ക്ക് ആൻസർ? ഇത് 2/7 ഉണ്ടെങ്കിൽ ബാക്കി 5/7 ഉണ്ടാവും. കാരണം എന്താ? ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ ടോട്ടൽ പ്രോബബിലിറ്റി എപ്പോഴും 1 ആണ് ഉണ്ടാവുക. ആകെ 1 ആണ് ഉണ്ടാവുക. അപ്പൊ 2/7 5/7 കൂടെ കൂട്ടിയാൽ 7/7 വരും. 7/7 എന്ന് പറഞ്ഞാൽ 1 ആണ്.
അപ്പൊ അങ്ങനെയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ചെറിയ രീതിയിലൊക്കെ നമ്മളെ പറ്റിക്കാൻ നോക്കൂട്ടോ. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും ശ്രദ്ധിക്കണേ. അപ്പൊ ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണെന്നുള്ള കാര്യം മറന്നു പോകണ്ട. 2 ഡിജിറ്റ് നമ്പറിന്റെ ക്വസ്റ്റ്യൻ ശരിക്കും ഒന്ന് ഓർത്ത് വെച്ചോ. നല്ല ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇനി നമുക്ക് നോക്കേണ്ട ക്വസ്റ്റ്യൻ ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റി, ജ്യാമിതീയ സാധ്യത, പിക്ചർ വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് കുറെ എണ്ണം നോക്കാം. നോക്കണേ. ഫസ്റ്റ് ഒരെണ്ണം പിക്ചർ ആദ്യം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പിക്ചർ. ഒരു സ്ക്വയറിന്റെ ഉള്ളിൽ ഒരു സർക്കിൾ കറക്റ്റ് ഉണ്ട്. സർക്കിളൊക്കെ കറക്റ്റ് ഫിറ്റ് ആക്കി വെച്ചിട്ടുണ്ട് സ്ക്വയറിന്റെ ഉള്ളിൽ. ഇതാണ് നമ്മുടെ പിക്ചർ. ക്വസ്റ്റ്യൻ നോക്കാം. അവർ വാല്യൂ തന്നിട്ടാണ് ചോദിക്കുന്നത്. ഇൻ ദ ഫിഗർ എ സർക്കിൾ ടച്ചസ് എന്താണ് ദ സൈഡ്സ് ഓഫ് എ സ്ക്വയർ ആയിക്കോട്ടെ. ഇഫ് ദ സൈഡ് ഓഫ് ദ സ്ക്വയർ ഈസ് 10 സെന്റിമീറ്റർ. സ്ക്വയറിന്റെ സൈഡ് 10 ആണടാ. 10 സെന്റിമീറ്റർ ആണ് സ്ക്വയറിന്റെ സൈഡ്. സമചതുരത്തിന്റെ ഒരു വശം, അപ്പൊ എല്ലാ വശവും 10 അല്ലേ? 1 10 ആണെങ്കിൽ പിന്നെ എല്ലാം 10 അല്ലേ? അപ്പൊ എല്ലാ സൈഡും 10 10 10 10. എ ക്വസ്റ്റ്യനിൽ നിങ്ങളോട് ചോദിക്കുന്നത് വാട്ട് വിൽ ബി ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. സിമ്പിൾ. സർക്കിളിന്റെ റേഡിയസ് എന്താണ്? വൃത്തത്തിന്റെ ആരം എത്രയാ? എടാ ഇത് 10 ആണെങ്കിൽ ഈ സർക്കിളിന്റെ ഡയമീറ്റർ 10 അല്ലേ? ഈ രണ്ട് വരയും സെയിം അല്ലേ? ഇത് തന്നെയല്ലേ? ഈ വര തന്നെയല്ലേ? ഇത് രണ്ടും സെയിം അല്ലേ? അപ്പൊ രണ്ടും 10 10 എന്ന് കിട്ടും. അപ്പൊ ഡയമീറ്റർ 10 ആണെങ്കിൽ റേഡിയസ് അതിന്റെ പകുതി ഉണ്ടാവും. നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എ ക്വസ്റ്റ്യന്റെ ആൻസർ ആയി. എ ക്വസ്റ്റ്യന്റെ ആൻസർ 5 സെന്റിമീറ്റർ ആണ് റേഡിയസ് വരിക. ഓക്കെ ആണ്, 5 റേഡിയസ്. ബി ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് കാൽക്കുലേറ്റ് ദ പ്രോബബിലിറ്റി ഓഫ് എ ഡോട്ട് പുട്ട് വിതൗട്ട് ലുക്കിംഗ് ഇൻ ദിസ് ഫിഗർ ടു ബി വിത്തിൻ ദ ഷെയ്ഡഡ് പോർഷൻ. കണ്ണടച്ചൊരു കുത്തിട്ടാൽ അത് ആ ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് വരാനുള്ള ചാൻസ് എത്രയാ? എങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്? ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റി എങ്ങനെയാണ് ആൻസർ ചെയ്യാം? നമുക്ക് എണ്ണി നോക്കിയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അതല്ലാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ എന്താ ഇതേപോലെയൊക്കെ വന്നാൽ ഒരേപോലത്തെ ഷേപ്പ് ആക്കി ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാ? ഏരിയ വെച്ചാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. പ്രോബബിലിറ്റി കാണാൻ എന്താ ചെയ്യുക? ന്യൂമറേറ്ററിൽ അവർ ചോദിച്ച ഭാഗമല്ലേ, ഷെയ്ഡ് ചെയ്ത ഭാഗമല്ലേ ചോദിച്ചേ? ആ ചോദിച്ച ഭാഗത്തിന്റെ ഏരിയ ന്യൂമറേറ്ററിൽ കൊടുക്കാം. അപ്പൊ ഇവിടെ ന്യൂമറേറ്ററിൽ എന്താ കൊടുക്കേണ്ടത്? ഏരിയ ഓഫ് സർക്കിൾ ആണ് ന്യൂമറേറ്ററിൽ കൊടുക്കേണ്ടത് കേട്ടോ. ഏരിയ ഓഫ് സർക്കിൾ അല്ലേ ഷെയ്ഡ് ആയി കിടക്കുന്നത്. ഇനി ഡിനോമിനേറ്ററിൽ നമുക്കറിയാം ടോട്ടൽ ആണ് ഡിനോമിനേറ്ററിൽ. പക്ഷെ ജോമെട്രി ആയതുകൊണ്ട് നമുക്ക് അതിന്റെ കൂടെ ഏരിയ എന്നും കൂടെ ചേർത്ത് കണ്ടുപിടിക്കണം. ഏരിയ ഓഫ് സ്ക്വയർ ആണ് നമ്മൾ ഡിനോമിനേറ്ററിൽ. അപ്പൊ ന്യൂമറേറ്ററിൽ എന്താ വേണ്ടത്? സമചതുരം ഡിനോമിനേറ്ററിലാണ്. ന്യൂമറേറ്ററിൽ വൃത്തത്തിന്റെ പരപ്പളവ് ന്യൂമറേറ്ററിലെ അംശത്തിൽ, സമചതുരത്തിന്റെ പരപ്പളവ് ഛേദത്തിൽ. ഇത് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഇനി അത് ചെയ്യണ്ടേ? ഏരിയ ഓഫ് സർക്കിൾ കാണാനുള്ള ഇക്വേഷൻ എന്താ? വൃത്തത്തിന്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ എന്താ? പൈ ആർ സ്ക്വയർ അല്ലേ? പൈ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് സ്ക്വയർ കാണാനുള്ള ഇക്വേഷൻ എന്താ? എ സ്ക്വയർ വശം ഇൻറ്റു വശം. അപ്പൊ പൈ ആർ സ്ക്വയർ ബൈ എ സ്ക്വയർ ചെയ്താൽ ആൻസർ ആവും. പൈ ആർ സ്ക്വയർ ചെയ്യാൻ വേണ്ടി പൈ എഴുതി. 6 റേഡിയസ് ആണ്, റേഡിയസ് 5 ആണ്. അപ്പൊ 5ന്റെ സ്ക്വയർ 25 ആണ്. ഡിവൈഡഡ് ബൈ താഴെയുള്ളത് എ സ്ക്വയർ. ഒരു സൈഡ് 10 ആയതുകൊണ്ട് 10ന്റെ സ്ക്വയർ ഇവിടെ 100 എന്ന് വരും. എത്ര വരും? 100. ഇനി കട്ട് ചെയ്തൂടെ? 25ൽ ഒരു 25, 100ൽ 4 25. അപ്പൊ നമ്മുടെ ആൻസർ മുകളിൽ പൈ ബാക്കിയുണ്ട്, താഴെ 4 ബാക്കിയുണ്ട്. എല്ലാം കൂടെ പൈ ബൈ 4, പൈ ഡിവൈഡഡ് ബൈ 4 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഡീലാക്കണേ. ഈ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കണം കേട്ടോ. ഈ ടൈപ്പ് പഠിക്കണേ. ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റി. നമ്മൾ വേറെയും കുറച്ച് എക്സാമ്പിൾ പറഞ്ഞു നോക്കാം. ഞാൻ കുറച്ച് ഇങ്ങനെ പിക്ചർ ഇങ്ങനെ വരച്ച് പറയാം. നിങ്ങൾ ഇങ്ങനെ നോക്കണേ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നോക്കണേ. ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റിന്റെ വേറെ നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. ഒരു സർക്കിൾ. ഈ സർക്കിളിന്റെ നടുവ് കൂടെ ഇങ്ങനെ ഒരു വര വരച്ചിട്ട് ഡയമീറ്റർ വരച്ച് 2 കഷ്ണാക്കി. എന്നിട്ട് ഇത് ഞാൻ ഷെയ്ഡാക്കി വെച്ച്. ഇത് എങ്ങനെ ഷെയ്ഡാക്കി വെച്ച് ഒന്ന് പറഞ്ഞു നോക്ക്. കണ്ണടച്ചൊരു ഡോട്ട് ഇട്ടാൽ, ഈ പിക്ചറിൽ പറയണേ, കണ്ണടച്ചൊരു ഡോട്ട് ഇട്ടാൽ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് വരാനുള്ള ചാൻസ് എത്രയെന്ന് ക്വസ്റ്റ്യൻ. നിങ്ങൾ എന്താ ചെയ്യുക? 2 മാർക്കിന് ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ 2, ന്യൂമറേറ്ററിൽ 1, ആൻസർ 1/2. കണ്ടാൽ തന്നെ അറിയില്ലേ? ഒരേപോലത്തെ 2 കഷ്ണം. അപ്പൊ 2 ആണ് ടോട്ടൽ. അതിൽ ഒരു ഭാഗം ഷെയ്ഡാക്കി വെച്ചിരിക്കുന്നു. 1/2 സിമ്പിൾ ആക്കി നേരെ ചെയ്തു പോകാൻ പറ്റും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ. എന്നാ വേറൊരു ഫിഗർ വരച്ചു തരാം. ഇത് നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്. ഇതിന്റെ ആൻസർ എങ്ങനെയാ നോക്കണേ. എന്താ ചെയ്യുക? ഒരു സ്ക്വയർ. ഈ സ്ക്വയർ, ഇത് സ്ക്വയർ ആട്ടോ. ഈ സ്ക്വയറിന്റെ ഉള്ളിൽ ഞാൻ അതാ ഇങ്ങനെ 3 വര വരച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്കും വരയ്ക്കട്ടെ. ഇങ്ങനെ ഇതൊക്കെ ഒരേ വലുപ്പമുള്ള കുഞ്ഞു സ്ക്വയർ ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇവിടെ നമ്മൾ ഷെയ്ഡ് ചെയ്തു, ഇതും ഷെയ്ഡ് ചെയ്തു. ഇനി നിങ്ങളോട് ചോദിക്കുന്നത് കണ്ണടച്ചൊരു ഡോട്ട് ഇട്ടാൽ ഇതാ ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് വരാനുള്ള ചാൻസ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് ഒരേപോലത്തെ എത്ര സമചതുരങ്ങൾ ഇവിടെ ഉണ്ട് നോക്കുക. ഒരേപോലത്തെ എത്ര എണ്ണം ഉണ്ട്? 9 എണ്ണം ഉണ്ട്. ചെറിയ 9 എണ്ണം, ഒരേ വലുപ്പമുള്ള 9 എണ്ണം. അതിൽ എത്ര എണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? 3 എണ്ണം ഷെയ്ഡാണ്. അപ്പൊ നമ്മുടെ ആൻസർ 3/9 ആയിരിക്കും. കട്ട് ചെയ്യാന്ന് നിങ്ങൾക്ക് അറിയണേ. കട്ട് ചെയ്യണേ 1/3 ആക്കാൻ പറ്റും. 3/9. ഇനി ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്ത് ചോദിച്ചാലോ? ഷെയ്ഡ് ചെയ്തത് 3 ആണെങ്കിൽ ചെയ്യാത്തത് 6 എണ്ണം വേണ്ടേ? എല്ലാം കൂടെ 9 അല്ലടാ. അപ്പൊ ബാക്കി 6/9 ആയിരിക്കും ഷെയ്ഡ് ചെയ്യാത്തത് ചോദിച്ചാൽ.
ഐഡിയ ക്ലിയർ അല്ലേ? എല്ലാം കൂടെ ചേർത്താൽ ടോട്ടൽ 9/9 1 ആയിരിക്കും. എന്നാൽ വേറെ നോക്കേ, ഇങ്ങനത്തെ ജോമെട്രിക്കൽ പ്രോബബിലിറ്റി നോക്കി വെച്ചോ. നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ വന്നത് ഒരു ജോമെട്രിക്കൽ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വെറുതെ നോക്കി വെക്കണം കേട്ടോ. സ്ക്വയർ നല്ല രസമുണ്ടല്ലേ സ്ക്വയർ. നോക്ക് ഈ ക്വസ്റ്റ്യൻ, ഇതിന്റെ മിഡ് പോയിന്റ്സ് ആണ്. എല്ലാ സൈഡിന്റെയും മിഡ് പോയിന്റ് ജോയിൻ ചെയ്തുകൊണ്ട് നമ്മൾ ഇതിന്റെ ഉള്ളിൽ വേറെ ഒരു സ്ക്വയർ വരയ്ക്കുന്നു. ഇങ്ങനെ ഒരു സ്ക്വയറിന്റെ ഉള്ളിൽ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്തിട്ട് വേറെ ഒരു സ്ക്വയർ വരയ്ക്കുന്നു. ഇതാണ് ഷെയ്ഡായി കിടക്കുന്നത്. എങ്ങനെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാം? ഇതിന്റെ ആൻസർ പെട്ടെന്ന് ചെയ്യാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? എന്ത് ചെയ്താൽ മതി? ഇതിന്റെ ആൻസർ എളുപ്പത്തിൽ കിട്ടണമെങ്കിൽ നടുക്കൂടെ ഒരു വര ഇങ്ങോട്ടും വരയ്ക്കുക, ഒരു വര ഇങ്ങോട്ടും വരയ്ക്കാം. ഇപ്പൊ ഇത് ഒരേപോലത്തെ കുറെ ത്രികോണങ്ങളായിട്ട് മാറിയിട്ടുണ്ടാവും. എത്ര ത്രികോണം ഉണ്ട്? 1 2 3 4 5 6 7 8 എണ്ണം. അപ്പൊ നമ്മുടെ ആൻസർ ചെയ്യണമെങ്കിൽ 8 ആയിരിക്കും ഡിനോമിനേറ്ററിൽ ഉണ്ടാവുക. ന്യൂമറേറ്ററിൽ എത്ര എണ്ണം? 4 എണ്ണം ഷെയ്ഡ് ചെയ്ത് വെച്ചു. അപ്പൊ 4/8 കട്ട് ചെയ്താൽ 1/2. ആൻസർ 1/2 ആൻസർ കിട്ടും. ഇതൊക്കെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ടെക്സ്റ്റിലാണ്. എന്നാൽ ടെക്സ്റ്റ് ഇല്ലാത്ത ഒന്ന് തരട്ടെ. വേറെ ഒന്ന് ടെക്സ്റ്റ് ഇല്ലാത്തൊരു ടൈപ്പ്. ഒരു സർക്കിൾ. ഈ സർക്കിളിൻ്റെ ഉള്ളിൽ നോക്കിക്കോണേ. ഇവിടെ സെൻറ്റർ ഉണ്ട്. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ, അയ്യോ എന്തായിപ്പോയേ, ഒന്നുകൂടെ ഇവിടുന്ന് ഇങ്ങനെ വരിക, ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടും വരിക. ഇത് രണ്ടും ഒരേപോലത്തെ ഒരേ വലിപ്പമുള്ള ഒരേ റേഡിയസുള്ള സെമി സർക്കിൾ ആണ് കേട്ടോ. അപ്പോൾ നോക്കേ, ഇതാണ് ഷെയ്ഡ്, ഇതാണ് ഷെയ്ഡ്. 2 സെമി സർക്കിൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ ചിത്രത്തിൽ നിങ്ങൾ കണ്ണടച്ചൊരു ഡോട്ട് ഇട്ടാൽ ആ ഉള്ളിൽ കിടക്കുന്ന സർക്കിളിൽ വരാനുള്ള ചാൻസ്, ഏത് സർക്കിളിൽ? സെമി സർക്കിളിലെ ഉള്ളിലുള്ള 2 കുഞ്ഞി സർക്കിൾ, ആ കുഞ്ഞി സെമി സർക്കിളിൽ വരാനുള്ള ചാൻസ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നമുക്കറിയാം ഏരിയ, ഇതിപ്പോൾ ഒരേപോലത്തെ ഷേപ്പ് ഒന്നും ആക്കാൻ പറ്റുന്ന പരിപാടിയല്ല, പുറമേ കൂടെ ഒക്കെ കുറേ വലിപ്പം വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെയ്താൽ മതി. ജോമെട്രിക്കൽ പ്രോബബിലിറ്റി ഷോർട്ടാക്കി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഏരിയ വെച്ച് ചെയ്യണം. ഏരിയ ചെയ്യുന്ന സമയത്ത്, പ്രോബബിലിറ്റി കാണുന്ന സമയത്ത്, ഏരിയ കാണുന്ന സമയത്ത് ന്യൂമറേറ്ററിൽ എന്ത്, ഡിനോമിനേറ്ററിൽ എന്ത്? ഡിനോമിനേറ്ററിൽ ടോട്ടൽ ഏരിയ എന്ന് വെച്ചാൽ ഈ വലിയ സർക്കിളിന്റെ ഏരിയ ആണ് ഡിനോമിനേറ്ററിൽ. ന്യൂമറേറ്ററിൽ ആ ഷെയ്ഡ് ചെയ്ത് കിടക്കുന്ന 2 സെമി സർക്കിളിന്റെ ഏരിയ. മക്കളെ, സർക്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ πr² ആണ്. അപ്പൊ സെമി സർക്കിളിന്റെ ഏരിയ ആണെങ്കിൽ അതിന്റെ പകുതി അല്ലേ πr²/2 എന്ന് വരും. നമുക്കിപ്പോൾ ഇവിടെ റേഡിയസും നമ്പറും ഒന്നും തന്നിട്ടില്ല. നമ്മൾ എന്താക്കും? നമ്മളിതാ ഇതിന്റെ റേഡിയസ്, ഈ ചെറുതിന്റെ റേഡിയസ് നമ്മൾ ഒരു 6 അങ്ങോട്ട് എടുക്കും. ഒരു 6 സെന്റിമീറ്റർ, ചെറിയൊരു 6 കൊടുത്തു ചെറുതിന്റെ റേഡിയസ്. അപ്പൊ നമ്മളെ ഒരു സെമി സർക്കിളിന്റെ ഏരിയ πr²/2. അങ്ങനത്തെ 2 എണ്ണം അല്ലേ? അപ്പൊ നമുക്ക് ഇതിനെ 2 കൊണ്ട് ഗുണിക്കാം. അപ്പൊ ഈ 2 വെട്ടിപ്പോയാൽ πr² മുഴുവനായിട്ട് വരും. ഒന്നുമില്ല, 2 സെമി സർക്കിൾ ചേർത്ത് വെച്ചാൽ ഒരു സർക്കിൾ കംപ്ലീറ്റ് ആവുമല്ലോ. അപ്പൊ ഈ 2 സെമി സർക്കിളും കൂടെ ചേർത്ത് വെച്ചാൽ ഒരു മുഴുവൻ സർക്കിളായി. ആ സർക്കിളിന്റെ ഏരിയ നമുക്ക് πr² എന്ന് കിട്ടി. അപ്പൊ ന്യൂമറേറ്ററിലേക്കുള്ള ആളെ നമുക്ക് കിട്ടി മക്കളെ. ഇതിന്റെ ആൻസർ ചെയ്യാൻ, പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ ന്യൂമറേറ്ററിലേക്ക് πr² ആണ്. ഇനി ഡിനോമിനേറ്ററിലേക്കുള്ള ആളെ നമ്മൾ കണ്ടുപിടിക്കണം. ഡിനോമിനേറ്ററിൽ എന്താ വേണ്ടേ? ആ വലിയ സർക്കിളിന്റെ ഏരിയ വേണം. വലിയ സർക്കിളിന്റെ ഏരിയ വേണമെങ്കിൽ വലിയ സർക്കിളിന്റെ റേഡിയസ് വേണം, ആരം വേണം. ആരം എത്രയാ? ഇവിടെ മുതൽ ഇതാ ഈ നടുവിൽ വരെ എത്തിയാലാണ് നമ്മുടെ വലുതിന്റെ റേഡിയസ് കിട്ടുക. ഇത്രയുമാണ് നമ്മുടെ വലിയ സർക്കിളിന്റെ റേഡിയസ്. അതിൽ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു കുഞ്ഞി റേഡിയസ് 6 ഉണ്ട്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 6 കൂടെ ഉണ്ടാവില്ലേ? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 6. അപ്പൊ എല്ലാം കൂടെ എത്രയായി? 2r. 2r ആയിരിക്കും ആ വലിയ സർക്കിളിന്റെ റേഡിയസ്. നോക്കണേ, 2r ആണ് ആ വലിയ സർക്കിളിന്റെ റേഡിയസ്. ഇനി നിങ്ങൾക്ക് കണ്ടുപിടിക്കാം വലിയ സർക്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്ത് വരും? πr² പകരം എന്ത് വരും? r പകരം 2r എന്ന് കൊടുക്കണം. വലിയ സർക്കിളിന്റെ ഏരിയ കാണുന്ന സമയത്ത് π × r² അല്ല, അവിടെ 2rന്റെ ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ അത് π × 2ന്റെ സ്ക്വയർ 4, rന്റെ സ്ക്വയർ r², എല്ലാം കൂടെ 4πr² എന്ന് കിട്ടും. 4πr². അപ്പോൾ ഓൾറെഡി ന്യൂമറേറ്ററിൽ ഒരു πr² ഉണ്ട്, താഴെ 4πr² ഉണ്ട്. അതിൽ πr² πr² വെട്ടിപ്പോയി ആൻസർ 4 എന്ന് എഴുതി വെക്കരുതേ. 1/4 ആണ് ആൻസർ. 1/4 പ്രോബബിലിറ്റി ആണ്. 1ന്റെ മുകളിൽ ആൻസർ കിട്ടൂല. മാക്സിമം പ്രോബബിലിറ്റി 1 ആണ് കേട്ടോ. ആകെ സാധ്യത 1 ആണ്. 1ന്റെ മുകളിൽ ആൻസർ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഉറപ്പിച്ചോ, ചെയ്തത് തെറ്റാണ്. 4/1 എന്ന് എഴുതി വെക്കരുതേ. 1/4. 1ന്റെ മുകളിൽ ആൻസർ വരത്തില്ല. റെഡിയാണ്? 1/4, 1/4 എന്ന് ആൻസർ കിട്ടും. അപ്പൊ ഇങ്ങനത്തെ ജോമെട്രിക്കൽ പ്രോബബിലിറ്റി കുറച്ച് എക്സാമ്പിൾ കൂടെ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ഏതാണോ 2 മാർക്കിന് ഇപ്പൊ ഏതാ വരിക നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക? ഓൾറെഡി ഇപ്പൊ ചോദിച്ചത് ജോമെട്രി ആണ്. പക്ഷെ വേണമെങ്കിൽ 2 ഡിജിറ്റ് നമ്പറിന്റെ ചോദിക്കാം, പെട്ടിയിൽ പന്തിട്ട് വെക്കുന്നത് ചോദിക്കാം, പെട്ടിയിൽ കടലാസിട്ട് വെക്കുന്നത് ചോദിക്കാം. ഒക്കെ നമ്മൾ കവർ ചെയ്ത് പോയിട്ടുണ്ട്. ഇനി വലിയ മാർക്കിന്റെ 4 മാർക്കിന്റെ പെയേഴ്സ് ആക്കി ചെയ്യുന്ന പ്രോബ്ലം ഇല്ലേ, അതും കൂടെ നമുക്കൊന്ന് കവർ ചെയ്യണം. പെയേഴ്സ് ആക്കി ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നോക്കിക്കോണേ. 4 മാർക്ക് പെയേഴ്സ് പ്രോബ്ലംസ്. ഇതാണ് ആ ക്വസ്റ്റ്യൻ. നോക്കിക്കോ, നിങ്ങൾക്കറിയാം സ്ഥിരമായിട്ട് കാണുന്ന ആ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ.
10th A 10th B രണ്ട് ക്ലാസ് ഉണ്ടാവും അല്ലേ? ആയിക്കോട്ടെ, 10th Aയും 10th Bയും. ഇതാണ് 10th A, ഇപ്പുറത്തതാ 10th B. ഈ രണ്ട് ക്ലാസ്സിലെ കഥകളൊക്കെ നമുക്കൊന്ന് എഴുതി വെക്കാം. എത്ര ബോയ്സ് ഉണ്ട്, എത്ര ഗേൾസ് ഉണ്ട് നോക്കണം. 30 ആൺകുട്ടികളും 20 പെൺകുട്ടികളുമാണ് 10th Aയിലുള്ളത്. 30 ബോയ്സും ഉണ്ട്, 20 ഗേൾസും ഉണ്ട്. 10th Bയിലോ 10th Bയില് 20 ആൺകുട്ടികളും 30, നേരെ തിരിച്ചിട്ടതാണ്. 20 ആൺകുട്ടികൾ, 20 ബോയ്സും 30 ഗേൾസും ആണ് അവിടെ ഉള്ളത്. റെഡി? ഇങ്ങനെയാണ് ഡാറ്റ തന്നത്. എന്നിട്ട് എ ക്വസ്റ്റ്യൻ, ആകെ എത്ര വിധത്തിൽ കുട്ടികളെ തിരഞ്ഞെടുക്കാം? ഇൻ ഹൗ മെനി ഡിഫറെന്റ് വേസ് വി ക്യാൻ സെലക്ട് എ പെയർ ഓഫ് സ്റ്റുഡൻസ്. എങ്ങനെയാ? ആകെ എത്ര ജോഡി എന്നാണ് എ ക്വസ്റ്റ്യൻ. നിങ്ങൾ ആദ്യം ഇതൊന്ന് ഇങ്ങനെ ഒന്ന് ആക്കി എഴുതി വെച്ചാൽ 30 20 കൂടെ 50, 30 20 കൂടെ 50. അപ്പൊ 50 ടോട്ടൽ വന്നേ. അപ്പൊ നമുക്ക് എ ക്വസ്റ്റ്യനിൽ ടോട്ടൽ പെയേഴ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ആകെ ജോഡികൾ, ആകെ ജോഡികൾ. എങ്ങനെയാ കണ്ടുപിടിക്കുക? 50 കൂടെ കൂട്ടുകയാണോ വേണ്ടേ? അല്ല, ജോഡികൾ പെയേഴ്സ് ഗുണിച്ചിട്ടാണ് കണ്ടുപിടിക്കുക. മൾട്ടിപ്ലിക്കേഷൻ. 50 × 50, 5 × 5 25 അല്ലേ? 2 0 കൂടെ ഇട്ടെടുത്താൽ മതി കേട്ടോ. 2500 ജോഡികൾ ഉണ്ടാവും. 2500 പെയേഴ്സ് ആയിരിക്കും ടോട്ടൽ വരിക. ഇത്രയും വ്യത്യസ്ത രീതികളിൽ നമുക്ക് രണ്ട് ക്ലാസ് പെൺകുട്ടികളെ തിരഞ്ഞെടുക്കാം, സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, അങ്ങനെയെങ്കിൽ രണ്ടും ആൺകുട്ടികളാകാനുള്ള സാധ്യത എത്ര? രണ്ടും ആൺകുട്ടികൾ. ബി ക്വസ്റ്റ്യൻ നോക്കണേ, രണ്ടും ആൺകുട്ടികൾ. ഒന്നാമത്തെ എത്ര ആൺകുട്ടികളുണ്ട്? 10th Aയിൽ 30, 10th Bയിലോ? 10th Bയിൽ 20. അപ്പൊ 30ഉം 20ഉം തമ്മിൽ ഗുണിക്കണം, കൂട്ടരുത്, ഗുണിച്ച് കണ്ടുപിടിക്കണേ. 30 ഗുണിക്കണം 20 ചെയ്താൽ ബോത്ത് ബോയ്സിന്റെ പെയേഴ്സ് കിട്ടും. ആ കിട്ടുന്ന ആൻസറിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഡിനോമിനേറ്ററിൽ എപ്പോഴും ടോട്ടൽ ആണ്. അപ്പൊ 2500 ഡിനോമിനേറ്ററിൽ ഉണ്ടാവണം. അത് ഗുണിച്ച് 2500 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 3 × 2 6 വരും. 2 0 കൂടെ വന്ന് 600 ആവും. താഴെ 2500 ഉണ്ടാവും. വെട്ടിച്ചെറുതാക്കാൻ നല്ല സിമ്പിൾ ആണ്. 2 0 ഒഴിവായി 6/25 കിട്ടും കേട്ടോ. 6/25. ഇനി വെട്ടിയില്ലെങ്കിൽ 600 ഡിവൈഡഡ് ബൈ 2500 ആയാലും കുഴപ്പമൊന്നുമില്ല, മാർക്ക് ഉണ്ടാവും. റെഡി? അപ്പൊ ഓക്കെ, 600 ഡിവൈഡഡ് ബൈ 2500 എന്ന് കിട്ടി. നമ്മുടെ ബി ക്വസ്റ്റ്യൻ അവിടെ തീർന്നു. സിയിൽ എന്താ ചോദിച്ചേ? സി നോക്കേ, സിയിൽ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും എന്നാ പറയുന്നത്. ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 1 ബോയ് ആൻഡ് 1 ഗേൾ? ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും വരാനുള്ള സാധ്യത. അതെങ്ങനെ ചെയ്യാം? ഒരാൺകുട്ടീനെ എടുക്കുക, അപ്പുറത്തുനിന്ന് പെൺകുട്ടിയെ സെലക്ട് ചെയ്യാം. അപ്പൊ 30 × 30 എന്ന് വരും. ആൺകുട്ടി പെൺകുട്ടി, ഇവിടെ 30, ഇവിടെ 30. ഇനി ഇവിടുന്ന് ഗേൾ എടുത്താൽ അപ്പുറത്തുനിന്ന് ബോയ് എടുക്കണം. 20 20 ഇങ്ങനെയും വരും. അപ്പൊ നിങ്ങൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് സി ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ 30 × 30 ചെയ്യണം. അവിടെ നിർത്താൻ പറ്റൂല. അത് പ്ലസ് 20 × 20 ചെയ്യണം. എങ്ങനെ എടുത്ത് നോക്കണേ? ഒരു ബോയ് അപ്പുറത്തുനിന്ന് ഗേൾ, അടുത്തത് ഒരു ഗേൾ അപ്പുറത്തുനിന്ന് ബോയ്, രണ്ടെണ്ണമായിട്ടാണ് എടുത്തത്. എന്നിട്ട് നിങ്ങൾ ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടുത്തെ ടോട്ടൽ പേയേഴ്സ് കിട്ടും. 30 × 30 ഡിവൈഡഡ് ബൈ 2500 വേണം കേട്ടോ. ഞാൻ ആദ്യം പേയേഴ്സ് കണ്ടുപിടിക്കാം. 30 × 30, 30ന്റെ സ്ക്വയർ 900 വരും അല്ലേ? 20 × 20 400 വരും. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 1300 പേയേഴ്സ് ഉണ്ടാവും. 1300 പേയേഴ്സ്. അപ്പൊ അതിന്റെ ആൻസർ എന്താ വരിക? therefore അവിടുത്തെ പ്രോബബിലിറ്റി എന്താണ് വരിക? സാധ്യത. പ്രോബബിലിറ്റി എന്താ കിട്ടുക? ആ 1300 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഉള്ള 2500 മറന്നുകൊണ്ടാ. 0 വെട്ടിയാൽ 13 ഡിവൈഡഡ് ബൈ 25 ഇങ്ങനെ കിട്ടും. ചെയ്യണം കേട്ടോ. വന്നാൽ 4 മാർക്കാണേ, കളയരുതേ, ചെയ്യണേ. അപ്പൊ ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട് അവിടെ. അറ്റ്ലീസ്റ്റ് എന്ന് പറയുന്ന അവസാനത്തെ ആൾ, അതായിരിക്കും ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാവുക. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ബോയ്? ഒരാൺകുട്ടി എങ്കിലും വരാനുള്ള സാധ്യത എത്ര? അങ്ങനെ ചോദിച്ചാൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഒരാൺകുട്ടി എങ്കിലും എന്ന് ചോദിച്ചാൽ നമുക്ക് അവിടെ ആവശ്യമില്ലാത്തത് ഏതാ നോക്കാം. ഒരാൺകുട്ടി എങ്കിലും എന്ന് പറഞ്ഞാൽ 2 പെൺകുട്ടികൾ വരുന്ന കേസ് മാത്രം എടുത്താൽ ഒഴിവായിക്കളാം. 2 പെൺകുട്ടികൾ അവിടെ ആവശ്യമില്ല. 2 പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ അതിൽ ഒരാൺകുട്ടി എങ്കിലും ഉണ്ടാവില്ലല്ലോ. ഒരാൺകുട്ടി എങ്കിലും എന്ന് പറഞ്ഞാൽ ഏതൊക്കെ എടുക്കാം? 2 ആൺകുട്ടികൾ എടുക്കാം. അപ്പൊ അതിൽ ഒരാൺകുട്ടിയെങ്കിലും ഓക്കെയാണ്. ഇനി ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും എടുക്കാം. തിരിച്ചിട്ടോ, ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും ഇങ്ങനെയൊക്കെ എടുക്കാം. നമുക്ക് ആവശ്യമില്ലാത്തത് ഏതാ നോക്കിയാൽ മതി. ഒരാൺകുട്ടി എങ്കിലും എന്ന് പറഞ്ഞാൽ ഏതാണ് ആവശ്യമില്ലാത്തത്? 2 പെൺകുട്ടികൾ എന്ന് വരുന്നത് നമുക്ക് ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയോ? ഇതിന്റെ ഡി ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി, നമ്മളെ കയ്യിലുള്ളത് ടോട്ടൽ എത്രയാ? ടോട്ടൽ 2500. ആ 2500 നിന്ന് ബോത്ത് ഗേൾസ് അങ്ങോട്ട് ഒഴിവാക്കുക. ബോത്ത് ഗേൾസ് നമുക്ക് ആവശ്യമില്ലാത്തത് ബോത്ത് ഗേൾസ്. നോക്കട്ടെ എങ്ങനെ ചെയ്യേണ്ടത് നോക്കണേ. ടോട്ടൽ പേയേഴ്സ് എത്രയാ ഉള്ളത്? ടോട്ടൽ പേയേഴ്സിൽ നിന്ന് മൈനസ് ചെയ്യുക. എന്ത് മൈനസ് ചെയ്യുക? ബോത്ത് ഗേൾസ്. ഒന്നുകൂടെ ഞാൻ പറയുകയാണെ, എന്തിനാ 2 പെൺകുട്ടികളെ ഒഴിവാക്കിയത്? നമ്മളോട് ചോദിച്ചത് ഒരു ആൺകുട്ടി എങ്കിലും എന്നാണ് ചോദിച്ചത്. ഒരു ആൺകുട്ടി എങ്കിലും എന്ന് പറഞ്ഞാൽ 2 പെൺകുട്ടികൾ നമുക്ക് വേണ്ട, അത് നമുക്ക് ഒഴിവാക്കി ചെയ്യാം. അപ്പൊ 2500 നിന്ന് നമ്മൾ മൈനസ് ചെയ്യണം. ബോത്ത് ഗേൾസ് എത്രയാ? 2 പെൺകുട്ടികൾ വരുന്നത് എത്രയാ? 20 എണ്ണം ഇവിടെയും ഇവിടെ 30 എണ്ണവും. അപ്പൊ 20 × 30, 20 × 30, 2 × 3 6 അല്ലേ? അപ്പൊ 600 ആണ് അത് വരേണ്ടത് കേട്ടോ.
അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് 2500 നിന്ന് 600 മൈനസ് ചെയ്യുക. മാറിപ്പോവരുതേ. ഡൗട്ട് ഉണ്ടെങ്കിൽ മെല്ലെ ചെയ്ത് നോക്കിയാൽ മതിയെ. ബോത്ത് ഗേൾസ്, ഒന്നാമത്തേല് ഗേൾസ് എത്രയാ, രണ്ടാമത്തേല് ഗേൾസ് എത്രയാ? ഒന്നിൽ 20, മറ്റേല് 30. 20ഉം 30ഉം കൂടെ ഗുണിച്ചാൽ 60. അപ്പൊ രണ്ടും ഗേൾസ് എന്ന് വരുന്നത് 600 ജോഡി ഉണ്ട്. ആകെ 2500 ജോഡി ഉണ്ട്. ആ 2500 600 അങ്ങോട്ട് കുറച്ചാൽ ബാക്കി 1900 ഉണ്ടാവില്ലേ? 1900 പേഴ്സ് ആയിരിക്കും എന്ത്? അറ്റ്ലീസ്റ്റ് വൺ ബോയ്, ഒരാൺകുട്ടി എങ്കിലും. അപ്പൊ നമുക്ക് അതിന്റെ പ്രോബബിലിറ്റി എത്ര ഉണ്ടാവും? പ്രോബബിലിറ്റി ആ നമ്പർ ഡിവൈഡഡ് ബൈ 2500. അതിലൊരു മാറ്റവും ഇല്ല. ഡിനോമിനേറ്റർ ഓൾവേസ് 2500. ആദ്യം കണ്ടുപിടിക്കുന്ന ടോട്ടൽ എങ്ങനെയായിരിക്കും എല്ലാത്തിന്റെയും ഡിനോമിനേറ്ററിൽ. ന്യൂമറേറ്റർ നമ്മളിങ്ങനെ മാറ്റി കൊടുത്ത് ആൻസർ കണ്ടുപിടിക്കണം കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ ഈ ക്വസ്റ്റിന്റെ ആൻസർ ചെയ്യേണ്ടത്. മക്കളെ ഇത് ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു പോവും. ഒരു കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇതേ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് നിങ്ങളെ ഒന്ന് പറ്റിക്കാൻ വേണമെങ്കിൽ ഇങ്ങനെ തരാൻ പറ്റും. 2 പെട്ടി തരും. എന്നിട്ട് ഒന്നാമത്തെ പെട്ടിയിൽ ഒരു 6 ബ്ലാക്ക് ആന്ന് പറയും, മറ്റേലൊരു അതിന്റെ കൂടെ ഒരു 4 വൈറ്റ്. രണ്ടാമത്തെ പെട്ടിയിൽ എത്രയാ? ഒരു 7 ബ്ലാക്ക് തരും, ഒരു 3 വൈറ്റ് എന്ന് തന്നു. ഇങ്ങനെ തന്നു. എന്നിട്ട് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഒക്കെ വേണമെങ്കിൽ ഇനിയും ചോദിക്കാം, നേരത്തെ തന്നതുപോലെ ചോദിക്കാം. അപ്പൊ പെട്ടി കാണുമ്പോൾ പഴയ പോലെ കൂട്ടി വെക്കരുത്. നോക്കേ ക്വസ്റ്റ്യൻ നോക്കേ. 2 പെട്ടിയിൽ നിന്നും ഓരോ പന്ത് വീതം എടുത്താൽ, ഇതൊക്കെ ബോളാന്ന് വിചാരിച്ചോ, 2 പെട്ടിയിൽ നിന്നും ഓരോന്ന് വെച്ചെടുത്താൽ, അങ്ങനെ എടുക്കുകയാണെങ്കിൽ ടോട്ടൽ പേയേഴ്സ് എത്രയെന്ന് ചോദിച്ചാൽ, ടോട്ടൽ പേയേഴ്സ് എത്ര? ടോട്ടൽ പേയേഴ്സ് എന്നായിരിക്കും കേട്ടോ ചോദിക്കുക. ഹൗ മെനി ഡിഫറെന്റ് വേസ് ക്യാൻ യു സെലക്ട് എന്നായിരിക്കും ചോദിക്കുക. എത്ര വ്യത്യസ്തമായ രീതികളിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ നമ്മുടെ ടോട്ടൽ പേയേഴ്സ് തന്നെയാണ്. 6ഉം 4ഉം കൂടെ 10, 7ഉം 3ഉം കൂടെ 10. 10ഉം 10ഉം കൂട്ടി വെക്കണ്ട. നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് ഇവിടെ ചെയ്യേണ്ടത്. 10 × 10 ആണ് ചെയ്യേണ്ടത്. 100 പേയേഴ്സ് ആയിരിക്കും ടോട്ടൽ ഉണ്ടാവുക. ഇനി ബാക്കി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 2 ബ്ലാക്ക് കിട്ടാനുള്ള ചാൻസ് എത്രയാ? ബോത്ത് ബ്ലാക്ക് എത്രയാ? അപ്പൊ ഇവിടുത്തെ ബ്ലാക്ക് 6, ഇവിടുത്തത് 7. അപ്പൊ 6 × 7 ചെയ്യാം. ആ കിട്ടുന്ന ആൻസർ ഡിവൈഡഡ് ബൈ 100 ആയിരിക്കും. ബോത്ത് വൈറ്റ് ചോദിച്ചാൽ 4 × 3 ഡിവൈഡഡ് ബൈ 100 വരും. ഇനി ഒരു ബ്ലാക്കും ഒരു വൈറ്റും ചോദിച്ചാൽ 6 × 3 ചെയ്യണം, 4 × 7 ചെയ്യണം. ഇനി ഒന്നുകൂടെ കേട്ടു നോക്ക്. അറ്റ്ലീസ്റ്റ് 1 ബ്ലാക്ക് എന്ന് ചോദിച്ചാലോ? ഒരു കറുത്തതെങ്കിലും എന്ന് ചോദിച്ചാലോ? അറ്റ്ലീസ്റ്റ് 1 ബ്ലാക്ക്, ഒരു കറുത്തതെങ്കിലും എന്ന് ചോദിച്ചാൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ടോട്ടലിൽ നിന്ന് 2 വൈറ്റ് അങ്ങ് ഒഴിവായിക്കളാം. ഒരെണ്ണമെങ്കിലും കറുത്തത് വേണമെങ്കിൽ 2 വെളുപ്പ് നമുക്ക് എടുക്കാൻ പറ്റൂലല്ലോ. അപ്പൊ ടോട്ടലിൽ നിന്ന് 2 വെളുപ്പിന്റെ ആൻസർ എത്രയാ? അത് മൈനസ് ചെയ്യാം. ടോട്ടൽ 100. 2 വൈറ്റ് 4 × 3 12 ഉണ്ടാവും. അതങ്ങോട്ട് ഒഴിവാക്കിയാൽ മതി. ബാക്കിയുള്ളത് ഡിവൈഡഡ് ബൈ 100 മാറിപ്പോണ്ട. ടോട്ടൽ എപ്പോഴും ആ ടോട്ടൽ തന്നെ ഉണ്ടാവണം ഡിനോമിനേറ്ററിൽ. അപ്പൊ ഇങ്ങനെയും ചോദിക്കാം. എപ്പോഴും 10th A 10th B പ്രതീക്ഷിച്ച് പോവരുതേ. ഒന്നുതാ മാറ്റം വരുത്തി ഇങ്ങനെ മാറ്റി ചോദിക്കാൻ പറ്റും. അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. റെഡി അല്ലേ മക്കളെ? നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റൂലേ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾ ചെയ്യൂലേ? ഇനി ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒരു ചേഞ്ച് വരുത്തിക്കൊണ്ട് നമ്പർ വെച്ച് ചോദിച്ച ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നമ്പർ നമുക്ക് അതും കൂടെ പറഞ്ഞു നോക്കാം. ഇതാ നോക്കണേ. ലാസ്റ്റ് എത്രയാ? 10th A ക്വസ്റ്റ്യൻ അല്ല, നമുക്ക് വേണ്ടത് ഏതാ? ജസ്റ്റ് നമ്പർ വെച്ചിട്ട് നോക്ക്. നിങ്ങൾക്ക് മോഡൽ എക്സാമിന് വന്നതുപോലെ നമുക്ക് തുടങ്ങി തരാം. നിങ്ങൾ എങ്ങനെയാ ചെയ്യേണ്ടത് നിങ്ങൾ നോക്കണേ. ഒരു ബോക്സിൽ 10 സ്ലിപ്പ്. എങ്ങനെയാ? 1 മുതൽ 10 വരെ എഴുതിയ ഒരു ബോക്സിൽ 1 മുതൽ 10 വരെ, രണ്ടാമത്തെ ബോക്സിൽ 1 മുതൽ 20 വരെ. ഇങ്ങനെയാണ് ഇട്ട് വെച്ചത്. ഇനിയാണ് ഇവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ സ്വാഭാവികമായിട്ടും സ്ഥിരമായി ചോദിക്കുന്ന പോലെ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആകെ കിട്ടുന്ന ജോഡികളുടെ എണ്ണം എത്ര? ടോട്ടൽ പേയേഴ്സ് എത്രയാ? അപ്പൊ നിങ്ങൾ 2 പെട്ടിയിൽ നിന്ന് ഓരോന്ന് വെച്ച് എടുക്കുന്നുണ്ട്. ഒന്നാമത്തേൽ 1 മുതൽ 10 വരെ 10 ആൾക്കാർ, രണ്ടാമത്തെ 1 മുതൽ 20 വരെ 20 ആൾക്കാർ. അപ്പൊ ടോട്ടൽ പേയേഴ്സ് എന്ന് പറഞ്ഞാൽ 10ഉം 20ഉം കൂടെ മൾട്ടിപ്പിൾ ചെയ്തിട്ട് 200 പേയേഴ്സ് ഉണ്ടാവും നമുക്ക് ഇവിടെ ടോട്ടൽ. ഒന്നാമത്തേത്. രണ്ടാമത്തത് മുതൽ ഒന്ന് ചെറിയ ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ടാവും. നമ്പർ തന്നാലേ, നമ്പർ വെച്ച് തന്നാൽ ചെറിയൊരു ഡൗട്ട് വരും. നോക്കിക്കോ, 2 സംഖ്യകളും ഇരട്ട സംഖ്യയാകാനുള്ള സാധ്യത എത്രയാണ്? നിങ്ങൾ ഇതാ ഇവിടുന്ന് ഒരു നമ്പർ എടുക്കണം, ഇപ്പുറത്തുനിന്ന് ഒരു നമ്പർ എടുക്കണം. ആ 2 നമ്പറും ഇരട്ട സംഖ്യ കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? 1 മുതൽ 10 വരെ. ഇങ്ങനെ കാണുന്ന സമയത്ത് ഡൗട്ട് ആയാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയോ? നിങ്ങളിതാ ഒരു ടേബിൾ ഒന്ന് മാറ്റി വരയ്ക്കുക. നമ്മളെ നേരത്തെ പെട്ടി പോലെ ഉണ്ടാക്കുക. എന്നിട്ട് ആലോചിച്ച് നോക്ക്. 1 മുതൽ 10 വരെ എന്ന് പറഞ്ഞാൽ അതിൽ 5 എണ്ണം ഓഡ് നമ്പർ ആയിരിക്കും, 5 എണ്ണം ഒറ്റ സംഖ്യ ആയിരിക്കും, 5 എണ്ണം ഈവൻ നമ്പർ ആയിരിക്കും, 5 എണ്ണം ഇരട്ടയായിരിക്കും. ആലോചിച്ച് നോക്കടാ. 5 എണ്ണം ഒറ്റ, 5 എണ്ണം ഇരട്ടിയല്ല ഉണ്ടാവുക. അതേപോലെ 20 എണ്ണം എന്ന് പറഞ്ഞാൽ അതിൽ 10 എണ്ണം ഒറ്റ സംഖ്യയും 10 എണ്ണം ഇരട്ട സംഖ്യയുമായിരിക്കും. ഇനി ഇത് നേരത്തെ ക്വസ്റ്റ്യൻ പോലെ ഇനിയിപ്പോ ഏത് ചോദിച്ചാലും കുഴപ്പമില്ല. ഇനി 2 ഈവൻ അല്ലേ ചോദിച്ചേ? 2ഉം ഇരട്ട സംഖ്യ വരാൻ ആദ്യത്തേൽ എത്ര ഇരട്ട സംഖ്യ ഉണ്ട്? 5 എണ്ണം. രണ്ടാമത്തേലോ 10 എണ്ണം. അപ്പൊ 5 × 10 എത്രയായി? 50. അപ്പൊ 50 ഡിവൈഡഡ് ബൈ 200 ആൻസർ ആയി. ഇനി രണ്ടും ഒറ്റ സംഖ്യ ചോദിച്ചാലോ? 5 × 10 ചെയ്യണം.
ഇനി ഒരെണ്ണം ഒറ്റയും ഒരെണ്ണം ഇരട്ടിയും ചോദിച്ചാലോ, ഒരെണ്ണം ഒറ്റ സംഖ്യ ഒരെണ്ണം ഇരട്ട സംഖ്യ ചോദിച്ചാലോ, അപ്പൊ നിങ്ങൾ ക്രോസ് ആക്കി ചെയ്യണം. 5 × 10 ചെയ്താൽ ഒരെണ്ണം ഒറ്റയും ഒരെണ്ണം ഇരട്ടിയും വരും. അതിന്റെ കൂടെ 5 × 10 അങ്ങോട്ടേക്ക് ചെയ്താലും അതേപോലെ തന്നെ കിട്ടും. ഈ രീതിയിൽ ചെയ്ത് നിങ്ങൾ നേരത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെ മാറ്റി ചോദിച്ചാൽ കുടുങ്ങി പോവരുത്. എല്ലാ രീതിയിലും പഠിച്ചു വെക്കണം. റെഡിയേ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എയും ബിയും സിയും ഒക്കെ സിമ്പിൾ ആണ്. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ കണ്ടോ, ഒരു ഇരട്ട സംഖ്യയെങ്കിലും, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് ആൻ ഈവൻ നമ്പർ? ഒരു ഇരട്ട സംഖ്യ എങ്കിലും കിട്ടാനുള്ള സാധ്യത, ഒരു ഇരട്ട സംഖ്യ എങ്കിലും കിട്ടാനുള്ള സാധ്യത, ഒരെണ്ണമെങ്കിലും, ഏതാണ്, രണ്ടെണ്ണത്തിൽ നിന്ന് ഓരോന്ന് വെച്ചെടുക്കണ്ടേ? ഒരു ഇരട്ട സംഖ്യ എങ്കിലും കിട്ടാനുള്ള സാധ്യത എന്ന് വെച്ചാൽ നിങ്ങൾ ഏതാ ഒഴിവാക്കേണ്ടത്? രണ്ടും ഒറ്റ സംഖ്യ വരാന്നുള്ള കേസ് എടുക്കാൻ പാടില്ല. ഒരെണ്ണമെങ്കിലും ഇരട്ട സംഖ്യ വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ ചിന്തിച്ചില്ലേ, ഒരെണ്ണമെങ്കിലും ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ 2 വൈറ്റ് ഒഴിവാക്കും. ഒരു ആൺകുട്ടി എങ്കിലും എന്ന് പറഞ്ഞാൽ 2 പെൺകുട്ടികളെ ടോട്ടലിന് മൈനസ് ചെയ്തിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യും. അതേപോലെ ഒരെണ്ണമെങ്കിലും ഇരട്ട സംഖ്യ വേണമെന്ന് പറഞ്ഞാൽ 2 ഒറ്റ സംഖ്യ എന്ന് പറയുന്ന കേസില്ലേ, അതിന്റെ പെയേഴ്സ് എത്രയാണോ അത് ടോട്ടലിന് മൈനസ് ചെയ്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ നോക്കണം കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ഇതും കൂടെ നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണേ. എന്തായാലും നമ്മൾ പറഞ്ഞ സമയത്ത് അതും കൂടെ ചേർത്ത് പറഞ്ഞതാണ്, എല്ലാ ടൈപ്പും കവർ ചെയ്യാൻ വേണ്ടി പറഞ്ഞ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്തിട്ട് ഇതിന്റെ ആൻസർ നിങ്ങളൊന്ന് ചെയ്തിട്ട് കമന്റ് ചെയ്ത് നോക്കേണ്ടി കേട്ടോ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്ക്. ഇനി കിട്ടുന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ക്വസ്റ്റ്യൻ ലൈവിൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞാൽ മതി, കമന്റ് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത്രയും പ്രോബബിലിറ്റി ചാപ്റ്റർ, ഈ ചാൻസ് എന്ന ചാപ്റ്ററിന് പഠിക്കേണ്ടത് 2 മാർക്കിന്റെ ആദ്യത്തെ കുഞ്ഞു ടൈപ്പ് സാധനങ്ങളും ഇതേപോലെ പേഴ്സ് ആക്കി വരുന്ന വലിയ ടൈപ്പ് ക്വസ്റ്റ്യനും പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് എക്സാമിന് കിട്ടും, 6 മാർക്ക് കിട്ടും, എല്ലാവർക്കും കിട്ടും. ഓക്കെ, ശരി ട്ടാ, ബൈ.